ആമീസ് അടുക്കള ആൻഡ് ബ്ലോഗിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ഡൈനാമൈറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ആദ്യം ചിക്കൻ ബ്രസ്റ്റാണ് എടുത്തേക്കുന്നത്. അത് ചെറിയ പീസാക്കി എടുത്തിട്ട്, തീരെ ചെറുതല്ല, കുറച്ചുകൂടെ വലിയ പീസാക്കി എടുത്തിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുക. അപ്പോൾ അതൊന്ന് പുരട്ടി വെക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഒരു മുട്ട പൊട്ടിച്ചങ്ങോട്ട് ഒഴിക്കാം. കുറച്ച് ഇഞ്ചി ചതച്ചത്, പിന്നെ കാശ്മീരി ചില്ലിയ, കുറച്ച് മുളക് പൊടി, എരിവിൻ്റെ അനുസരിച്ച് ഇട്ടാൽ മതി. പിന്നെ കുറച്ച് ഒറിഗാനോ, ഡാർക്ക് സോയാ സോസ് ഒഴിക്കുന്നത് നിറച്ചൊരു സ്പൂൺ ഒഴിക്കാം. ഇതിനാവശ്യത്തിനുള്ള ഉപ്പ്, സോയാ സോസിനകത്ത് ഉപ്പുണ്ടോ നോക്കിയിട്ട് വേണം ഉപ്പ് ഇടേണ്ടത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഒരു 15 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് വെക്കണം. നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു 15 മിനിറ്റ് കണ്ട് എടുക്കാം. എന്നിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ അതിൻ്റെ ബാക്കി ഒരു കോട്ടിങ് കൂടെ ഉണ്ട്, അപ്പോൾ അതും കാണാം. ഇത് നമുക്ക് ഒരു സോസ് റെഡിയാക്കി വെക്കാം അപ്പോഴത്തേക്കും. അപ്പോൾ ആദ്യം വേണ്ടത് മയോണൈസ്. ഇത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. അതിലോട്ട് ടൊമാറ്റോ സോസ്, അത് 2 സ്പൂണുണ്ട്. ചിക്കൻ എത്ര എടുക്കുന്നോ അതിൻ്റെ അനുസരിച്ച് ഇതെല്ലാം എടുക്കണം. പിന്നെ റെഡ് ചില്ലി സോസ്, ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്, അത് 2 സ്പൂൺ ചേർക്കുന്നുണ്ട്. കുറച്ച് കുരുമുളക് പൊടി, റെഡ് ചില്ലി സോസിനകത്ത് ഉപ്പൊക്കെ ഉണ്ട്, അപ്പോൾ നോക്കിയിട്ടേ ഉപ്പൊക്കെ ഇടാവും. ഹണി അതും ചെറിയ ടീസ്പൂണ് 2 സ്പൂണ്. ആവശ്യത്തിനുള്ള ഉപ്പ് നോക്കിയിട്ടേ ഉപ്പൊക്കെ ചേർക്കാവും. കാരണം മയോണൈസിനകത്തും ഇതിനകത്തൊക്കെ ഉപ്പുള്ളത്, എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം നമുക്ക്. ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാം. അപ്പോൾ ഈ സോസ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇത് അങ്ങോട്ട് മാറ്റി വെക്കാം. ഒരു 15 മിനിറ്റായി നമ്മളിത് പുരട്ടി വെച്ചിട്ട്, അപ്പോൾ അത് എടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് മൈദ, ഒരു 3 സ്പൂണ് മൈദ എടുത്തിട്ടുണ്ട്. ഒരു 2 സ്പൂണ് കോൺഫ്ലവർ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ലതുപോലെ അത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണയൊന്ന് ചൂടാകാൻ വെച്ചിട്ടുണ്ട്. പാൻ വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കത് ഇട്ട് ഫ്രൈ ആക്കി എടുക്കാം. എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. കുറേശ്ശെ ഇട്ട് ഗോൾഡൻ ബ്രൗൺ കളറാകുന്നിടം വരെ അത് ഫ്രൈ ചെയ്ത് എടുക്കാം. നല്ലതുപോലെ ഇതും മൂത്ത് വന്നിട്ടുണ്ട്. അല്ലേ, കളറൊക്കെ ചേഞ്ച് ആയി നല്ലതുപോലെ മൂത്ത് വന്നിട്ട് നമുക്കിത് കോരാം. ചെറിയ തീയിട്ട് അത് മൂപ്പിച്ചെടുക്കണം. കാരണം നമ്മൾ വേവിക്കാതൊക്കെ വെക്കുന്നതല്ലേ, അപ്പോൾ അത് വെന്ത് നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ചിക്കൻ എല്ലാം നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ആ സോസ് എല്ലാം കൂടെ, അപ്പോൾ ഇത് നമുക്ക് മിക്സ് ചെയ്യാം. സോസെല്ലാം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നല്ല ടേസ്റ്റ്, വളരെ എളുപ്പം നമുക്ക് റെഡിയാക്കുകയും ചെയ്യാം. അപ്പോൾ ചിക്കനൊക്കെ മേടിക്കുമ്പോൾ കുറച്ച് ചിക്കൻ്റെ ബ്രസ്റ്റ് ഭാഗമൊക്കെ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കാം. നല്ലതുപോലെ ആ സോസിനകത്ത് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെ സെർവ് ചെയ്യുന്നതെന്ന് നോക്കാം. കുറച്ച് സ്പ്രിംഗ് ഓണിയൻ നമുക്ക് മുകളിലോട്ട് ഇടാം. നമ്മുടെ ചിക്കൻ ഡൈനാമൈറ്റ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ക്യാബേജിൻ്റെ ലീഫിനകത്ത് ഇലയ്ക്കകത്ത് വെച്ച് ക്യാബേജിനകത്ത് വെച്ച് നമ്മൾ ഇത് സെർവ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് നല്ല കാണാനും നല്ല ഭംഗിയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പം വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക.